ഹായ് ഗൈസ്, ഐ ആം ആനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോകണം. ഞാൻ കോളേജിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ കയറി ബാഗെല്ലാം വെച്ച് ഫുഡില്ലാത്തതുകൊണ്ട് രാത്രി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. നടന്നാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് മോള്. അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിലെത്തി. ഇതാണ്ട് ഞങ്ങൾ കയറാൻ പോവാണ്. കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ കയറി. എന്നത്തെയും പോലെ തന്നെ ആദ്യം അവിടെ ഇരിക്കുന്ന ഡ്രസ്സ്, ക്ലിപ്പ് അങ്ങനെ തുടങ്ങിയ എല്ലാ വക വസ്തുക്കളും തപ്പി എല്ലാത്തിൻ്റെയും വിലയും നോക്കി വെച്ചും നോക്കി തിരിച്ചതുപോലെ വൃത്തിക്ക് വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളുടെ ഭാഗത്തേക്ക് പോകണം. കുറേ സാധനങ്ങൾ നോക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മാറ്റി. ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പിന്നെ കുറച്ച് അധികം സാധനങ്ങൾ വില കാരണവും മാറ്റി. അങ്ങനെ തപ്പി ഞങ്ങൾ 2 സാധനങ്ങൾ സെലക്ട് ചെയ്തു. അതിലൊന്നാണ് പനീർ ബട്ടർ മസാല, പിന്നെ വെജ് പുലാവ്. അതിലെ പനീർ ബട്ടർ മസാലയാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തോട്ട് പോയി ഫ്രൂട്ട്സ് എല്ലാം വെറുതെ നോക്കി. അത് കഴിഞ്ഞ് തിരിച്ചു പോന്ന് കുറച്ച് അരി മേടിക്കാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ബസുമതി റൈസ് മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഇതാണ്ട് ഒരു ഭാഗത്ത് കുറേ അധികം മിഠായികളിരിക്കുന്നു. എല്ലാം വലിയ കൂടുകളാണ്. ഞങ്ങൾ വലിയ കൂടുകളൊന്നും മേടിക്കാത്തതുകൊണ്ട് ആ കൂടുകളെല്ലാം അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ പിന്നെ വന്നപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ചെയിൻസ് എല്ലാം കണ്ടു. പിന്നെ മേടിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തു. ഇന്ന് ഞങ്ങൾ കുറച്ച് റിച്ചായിപ്പോയോ എന്നൊരു സംശയമുണ്ട്. സാരമില്ല, വല്ലപ്പോഴല്ലേ. അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്ത സാധനങ്ങളുണ്ട്. മുകളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വന്നപ്പോഴാണ് മനസ്സിലായത് 2 പേരും മുകളിൽ തന്നെ നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം താഴെ തന്നെ നിന്ന്. അപ്പോഴാണ് ആലോചിച്ചത് സമയം 5:30 കഴിഞ്ഞു. പക്ഷേ എന്തൊരു ചൂടാണ്, ഒരു കുറവുമില്ല ചൂടിന്. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് 2 പേരും കൂടെ വന്നപ്പോൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. അതിനുള്ള വെള്ളം മേടിക്കാൻ കടയിൽ കയറി. കുറച്ച് നേരമായി അവർ ആ കടയിൽ നിൽക്കുന്നു. ഇപ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ നിൽക്കാം. 2 പേരാണ് കടയിൽ പോയത്. അപ്പോൾ നമുക്ക് വരുമെന്ന് വിചാരിച്ച് നിൽക്കാം. അങ്ങനെ വെള്ളം മേടിക്കാൻ പോയതൊരു വെള്ളത്തിൻ്റെ കൂടെ കിൻഡർ ജോയും 2 ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അത് കിൻഡർ ജോയിൽ ഗിഫ്റ്റൊക്കെ നോക്കി ഐസ്ക്രീമെല്ലാം കഴിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഇതാണ്ട് ചേട്ടൻ്റെ ബജ്ജിക്കട. ഇന്ന് ബജ്ജി മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് കയറാൻ തീരുമാനിച്ചു. അയാൾ ഹോസ്റ്റലിലോട്ട് നടന്ന് ഞങ്ങൾ ഓരോന്ന് വെറുതെ സംസാരിച്ച് നടന്നു വരുവാണ്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. മുന്നേ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റൽ ഇതാണ് തന്നെയാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ ഇനി ഫ്രഷായിട്ട് വേണം രാത്രിക്കുള്ള പണി തുടങ്ങാൻ. അങ്ങനെ രാത്രി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇതാണ് ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോകുന്നത്. ഇന്നത്തെ യുദ്ധം കെറ്റിലാണ്. കെറ്റിൽ ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോവാണ്. 2-3 ട്രിപ്പൊക്കെ ആയിട്ടാണ് വെച്ചത്. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ ചോറൊക്കെ വെന്ത് വന്ന് ഇനി ഞങ്ങൾ ചോറ് ഊറ്റി വെക്കാൻ പോവാണ്. അങ്ങനെ ചോറ് ഊറ്റി പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ചോറെല്ലാം ഉണ്ടാക്കി. നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനീർ ബട്ടർ മസാല മേടിച്ചിരുന്നല്ലോ, അത് എടുക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഈ പാക്കറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, കറിയാവുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ വീണ്ടും കെറ്റിൽ കഴുകി വെള്ളം തിളപ്പിച്ച് ഞങ്ങൾ 5 മിനിറ്റ് ഈ സംഭവം കെറ്റിലിട്ട് വെക്കാൻ പോകണം. അങ്ങനെ കെറ്റിലിട്ട് വെച്ച് ചോറും കറിയും എല്ലാം റെഡിയായി. ഇനി നമുക്ക് ആ ശേഷവും ചട്നി കൂട്ടി ചോറിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.